അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. സാദർ കുത്തിരിക്ക്. ഞമ്മൾ ഇവിടെ ഇരുന്നോളാം. ഞമ്മൾ വിളിച്ച ഔത്തോള കുളമ്പിക്കൽ നിർത്താൻ പറ. സുലൈമാനെ ബാപ്പ നിർത്താൻ പറയൂ. ചെവി തിളങ്ങിയാക്കിട്ടു. സാദറെ, ആരെ മുക്കണത് കണ്ടിട്ട് മുയല് മുക്കിയാൽ എന്താവുന്നറിയ എനക്ക് മൂലം പൊട്ടിപ്പോവും. അതൊരു പോയത്തും ഭർത്താനാണ് ആചാരെ. ആനയായാലും മുയലായാലും അവരവരുടെ ശക്തിക്കൊത്തല്ലേ മുക്കുക. അപ്പൊ പൊട്ടൂല. അത്ര മോനുണ്ടാണോ എന്റെ മോക്ക് പുയ്യാപ്പിളയായിട്ട് എന്റെ മോനെ ചെയ്യേണ്ടത്? അത് ആചാര്യ മോനോട് ചോദിക്കും. ഞാൻ എന്റെ മോക്ക് പുയ്യാപ്പിളെ തേടി ഇവിടെ വന്നിട്ടില്ല. മോനടങ്ങിയ പശുവിന് കൂട്ടിനെ തേടും പോലെ മോനെ കയറുകയും ഇവിടെ നമുക്ക് ചെയ്ത് അതേ പേരിൽ ഞാൻ നിങ്ങളെ മടക്കി വിളിക്കൂല. നിങ്ങളൊരു ആചാരായിപ്പോയി. കട്ടട്ടും കണ്ടവന്റെ പിടിച്ചു പറിച്ചും ഞാൻ ജീവിച്ചിട്ടില്ല. രാപകലും നയിച്ചാണ് ഞാൻ എന്റെ മോളെ പോറ്റിയത്. ചാലക്കാണ്ട് ഇറങ്ങിപ്പോടാ ബാപ്പാ. മോനെ സുലൈമാനെ, ഇനിയും ഞങ്ങളെ മാനം കെടുത്തരുത്. അല്ലടാ എന്റെ അമ്മോസരിക്ക ഓരോത്ത് എന്താ ഈ കാണിക്കണത്? ഓന്റെ ഒരു മോഹബത്ത് മേലെ ആ ചൂടത്തി പെണ്ണെ കണ്ടു പറഞ്ഞാല് അറുത്ത് കളിഞ്ഞാൽ അതാ നല്ലത്. മോനെ നീയെങ്കിലും ഒന്ന് അടങ്ങ്. ഇല്ലമ്മ, ഞാൻ കാരണമാണ് ആ പാവം മനുഷ്യനോട് വിളിച്ചു വരുത്തി മാനം കെടുത്തി വിട്ടത്. എന്റെ ബാപ്പായ്ക്ക് തടിക്കച്ചവടം അറിയൂ. മനുഷ്യൻ അങ്ങനെ കണക്കാക്കിയിട്ടുള്ളൂ. അളന്നും മുറിച്ചും കച്ചവടാക്കാൻ ഞാനത് നിൽക്കില്ല. എടാ എന്റെ ബാപ്പ കുഞ്ഞമുട്ടിയാണെങ്കിൽ ഞാനിത് നടത്തിക്കടാ. ആ ബാപ്പാന്റെ മോനാണ് ഞാനെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇവിടെ നാട്ടിലിറക്കി ആ ഖാദർഖാന്റെ മോളെ ഞാൻ കെട്ടു. എടാ നീ അത്തേക്കാ പോകാൻ പറ്റില്ല. നിന്നോട് ബാപ്പയാണ് പറയുന്നത്. എടി നിന്നോട് ഞാനാണ് പറയുന്നത് അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്ന്. എടി സ്വന്തം മോന്റെ തല വെട്ടിക്കീറിയാലാണ് അവിടെയുള്ളത്. ഓൻ നിന്നെ കണ്ടാൽ മാനം കെടുത്തു. അങ്ങനെ എല്ലാരും വന്നാൽ ആ ഹംക്കിലെ ഈ ബാപ്പ മയ്യത്താക്കും. അത് നിനക്ക് കാണുന്നു. മോളെ വേണ്ട സാവിത്രി, ഞങ്ങൾക്ക് നിന്നെ കാണുക വേണ്ടു. ഉണ്ണേട്ടൻ ഇവിടെ ഉണ്ട്. കണ്ടു. നിന്റെ കാര്യം ഓർത്ത് അമ്മയ്ക്ക് വിഷമം. എന്നും കരയും. എനിക്കിവിടെ സുഖമാണ് അമ്മയോട് പറയുമെടുത്തി. നിങ്ങളെയൊക്കെ വിട്ടിട്ട് പോകുന്നതിലേ വിഷമമുള്ളൂ. കരയരുത് സാവിത്രി. എല്ലാ ഭാഗ്യവും ഒരാൾക്ക് ഒന്നിച്ചു കിട്ടില്ലല്ലോ. അച്ഛനിപ്പോഴും എന്നെ ശപിക്കാവൂലേ? അതോർത്ത് നീ വിഷമിക്കണ്ട. അച്ഛനൊരു ഭാരം ഒഴിഞ്ഞൊന്ന് കൂട്ടിയാ മതി. ഇപ്പോ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോലും വിടില്ല. ഇങ്ങോട്ട് ഒളിച്ചാ പോകുന്നത്. അച്ഛനെ അന്വേഷിക്കുന്നതിന് മുമ്പേ വീട്ടിലെത്തണം. പോട്ടെ സാവിത്രി, പോട്ടെ. ഉണ്ണി, കണ്ടോരെ കൂട്ടിത്തൊട്ട് കഴിയുന്ന തനിക്ക് വിടുന്ന കാര്യം ഇറങ്ങിപ്പോ. അച്ഛാ, പണ്ടത്തെ ഉണ്ണിയല്ല. കഷ്ടപ്പെട്ട് അധ്വാനിച്ചതിന് കിട്ടിയ പ്രതിഫലവുമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ നെല്ല് ഇവിടെ തരാൻ. ഇതെവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയാം. ആ നസ്രാണിയുടെ നെല്ലിവിടെ വേണ്ട. എടുത്തോണ്ട് പോ. എന്നെ കൊണ്ട് ഇത് മടക്കിക്കൊണ്ടുപോകാനാവില്ല. എന്നെ അനുസരിക്കാൻ നിനക്ക് നല്ലത്. കുളപ്പുരയും പൂമുഖപ്പടിയും ബലിക്കൽപ്പുരയും ഇല്ലെങ്കിലും ഇതൊരില്ല. പട്ടിണിയാണെങ്കിലും ഇന്നും ബ്രഹ്മണ്യം വിടാത്ത ഒരു നമ്പൂരിയാ ഞാൻ. ഈ അശുദ്ധി ഇവിടെ വച്ചുണ്ണില്ല. എടുത്തോണ്ട് പോ. അച്ഛൻ പറയുന്ന ബ്രഹ്മണ്യത്തിൽ കീഴ്ജാതിക്കാരൻ നട്ടുണ്ടാക്കിയത് നമ്പൂതിരി വെച്ചുണ്ടിട്ടുള്ളൂ. ഐറ്റം നോക്കാതെ കീഴ്ജാതിക്കാരെ അവൻ സമ്മതം ചെയ്തിട്ടുള്ളൂ. അതിലും ശുദ്ധമാണ് അച്ഛാ ഈ നെല്ല്. അച്ഛനിത് വേണ്ടെങ്കിൽ എന്റെ അമ്മയും പെങ്ങന്മാരും ഉണ്ട്. അവർക്കിത് വേണം. ഉണ്ണി, അവരെ പട്ടം കിട്ടുകൊള്ളാൻ ഞാൻ സമ്മതിക്കില്ല. അത്രയ്ക്കായോ നീ? അച്ഛാ, അരുത്. എന്റെ ഈശ്വര, ഒരു സമാധാനം ഇല്ലല്ലോ. സരസ്വതി, ശ്രീദേവി, നിങ്ങളെ ആര് വിളിച്ചൂടെ? പോവിൻ. അച്ഛന്റെ ദുർവാശിയിൽ ഇനിയും ഞങ്ങളെ ഹോമിക്കരുത്. സരസ്വതി, എന്റെ അനിയത്തെ പിടിച്ചിറക്കി വിട്ടപ്പോൾ നോക്കിനിന്നവളാണ് ഞാൻ. അതുപോലെ എന്റെ അനിയനെ പുറത്താക്കാൻ ഞാൻ സമ്മതിക്കില്ല. അകത്ത് പോ. അതാ നിനക്ക് നല്ലത്.
ഇതുവരെ എല്ലാം സഹിച്ച് അകത്തിരുന്നവളാണ് ഞാൻ. മടുത്തു. ഓ, ഒരുത്തിയെ പടികറച്ച് പിണ്ണം വെച്ചവനാ ഞാൻ. അവളെ പോലെ നിനക്ക് മോഹം ഉണ്ടെങ്കിൽ ആവാ. മോഹമില്ലാഞ്ഞിട്ടല്ല, എന്റെ അനിയത്തിയുടെ ധൈര്യമാണ് എനിക്കില്ലാത്തത്. നീ ഭേഷായി സംസാരിക്കുന്നു. ഉണ്ണാതെ ഉടുക്കാതെ ഈ വീട്ടിനകത്ത് പുസ്തകം വായിച്ചിരിക്കാനല്ലേ എനിക്ക് വിധിച്ചത്. വിദ്യയുടെ ദേവിയാണ് സരസ്വതി. എന്തിനാ പേര് എനിക്കിട്ടു? നിന്റെ അച്ഛനെ നിന്ദിക്കാൻ ജീവിതം മുഴുവൻ ഉമിത്തിയില് വെന്തരിഞ്ഞാലും നിനക്ക് ഈ പാവം തീരില്ല. ആ ശാപം എനിക്കൂടി തരുവച്ച. മോക്ഷം കിട്ടാതെ ഈ നരകത്തിൽ കഴിയുന്നതിൽ ഭേദം ആ തീയിൽ വെന്തു മരിക്കുന്നതാണ്. ഈശ്വര, ഇതിനിടയിൽ എന്തിനെന്നെ ഇങ്ങോട്ട് ശിക്ഷിക്കുന്നു? മക്കളെ, നിങ്ങൾ എന്തിനീ പാപിയുടെ വയറ്റിൽ ജനിച്ചു? ഉണ്ണി, നീ പോയിക്കൊള്ളു. എന്റെ മോൾ സാവിത്രിയെ പോലെ നീ രക്ഷപ്പെട്ടോളൂ. ഇത് നോക്കൂ, ഗർഭമുണ്ട് പവിത്രം കെട്ടി അയച്ച പാടല്ല, തൂമ്പ എടുത്ത് കിളച്ച തേമ്പാണിത്. അതിന്റെ ബലം ഈ കാൽക്കൽ നേദിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. വേദാധ്യയനത്തിന് അയക്കുമ്പോൾ എന്നെ ആശീർവദിച്ച അതേ കൈകൾ കൊണ്ട് എന്നെ ഒരിക്കൽ കൂടി അനുഗ്രഹിച്ചു വെച്ച. ദ്വിജനാകാനല്ല, ഒരു മനുഷ്യനാകാൻ. മോനെ, ഉള്ളി. ബാപ്പ, സുലൈമാൻ ആസ്പത്രിയിൽ നിന്ന് കൊണ്ടുവന്നെന്ന് പറയണം ബാപ്പ. നേരാണ് മോളെ, ഞാൻ കണ്ടു. എങ്ങനെയുണ്ട് ബാപ്പ ഓലക്ക്? കാണാൻ പുറത്തേക്ക് പരിക്കൊന്നുമില്ല. പറഞ്ഞിട്ടെന്താ, ഒരു ഭാഗം ആകെ തളർന്നു പോയി. മുണ്ടാനും വയ്യ. കിടന്ന് കിടപ്പി ഒരു കയ്യെ അനക്കാൻ പറ്റൂ. അത് മാറൂലേ ബാപ്പ? വലിയ വലിയ ഡോക്ടർമാര് നോക്കിയിട്ട് കാര്യമുണ്ടായില്ല. തലച്ചോറ് കലങ്ങിപ്പോയ പോലെ. ഇനി അത് മാറൂല മോളെ. കണ്ടപ്പോ ഓനെങ്കിലും ജീവിക്കണ്ടെന്ന് തോന്നി. ബാപ്പ, ഞാനൊന്ന് പോയി കണ്ടോട്ടെ. ശരി മോളെ. നീ എന്തിനാ അങ്ങോട്ട് വന്നത്? ഒരു സൂക്കടുകാരനെ കാണാനാ. ഒരു ഭാഗം കൊയഞ്ഞ് മുണ്ടാൻ പാടില്ലാണ്ടാക്കിയിട്ട് നിങ്ങളിവിടെ ഒരാളെ കിടത്തിയിട്ടില്ലേ, അയാളെ കാണാനാ. വേണ്ട. ഇല്ല ഹാജിയാരെ, എന്നെ കൊന്നാലും ശരി, ഞാൻ കണ്ടിട്ടേ പോകൂ. നീ കണ്ടേ പോ. എന്താ നീ പറഞ്ഞേ? മോളെ, വാ മോളെ. ഓന്റെ മുമ്പിന്ന് നീ കരയരുത് മോളെ. അന്റെ കണ്ണീര് കണ്ട എന്റെ മോന്റെ മനസ്സ് ഇനിയും ബേജാറാവും. ഇല്ല, ഞാൻ കരയില്ല.